ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നല്ല മഴക്കാറും കേട്ടോ, നല്ല മഴയും വരുന്നുണ്ട്. കയറി ഉടനെ തന്നെ നല്ല മഴയും പെയ്തു. അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ, നല്ല മാങ്ങ ഇങ്ങനെ ഉപ്പിരുമ്പി തിന്നാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കിനാണ് എൻ്റെ സിറ്റ് ഔട്ടിലൊരു കവറിൽ ഇരിക്കണത്. ആരെ മാങ്ങ കൊടുന്നു എന്നറിയണില്ല. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് എൻ്റെ നാത്തും പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് കൊടുന്നു വെച്ചതാണ് ഈ മാങ്ങ. പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നതാണ് കോമാങ്ങ. അതിൻ്റെ രുചി ഒരു പ്രത്യേകമാണ്. കോമാങ്ങയുടെ രുചി ഇന്ന് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം കടന്നു പോകുമ്പോൾ പല നാടൻ മാങ്ങകളും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ മനസ്സിൽ ആ രുചി ഓർത്തിരിക്കുമ്പോഴാണ് എൻ്റെ സ്നേഹനിധിയായ സുഹൃത്ത് എനിക്കായി കുറേ കോമാങ്ങകൾ അയച്ചു തന്നത്. കയ്യിൽ കിട്ടിയ ആ നാടൻ മാങ്ങകൾ കണ്ട നിമിഷം തന്നെ പഴയകാല ഓർമ്മയും നാട്ടിൻപുറത്തിൻ്റെ മണോ മനസ്സിൽ നിറഞ്ഞു. ഇങ്ങനെ സ്നേഹത്തോടെ ഓർത്തു അയച്ച സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതെന്ത് മാങ്ങയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് പേരറിയില്ല. ഇത് നമ്മുടെ കോമാങ്ങ. കോമാങ്ങ എല്ലാവരുടെ നാട്ടിലുള്ളൊരു മാങ്ങക്കറി കോമാങ്ങ. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ അധികം പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് കോമാങ്ങ. ഈ കോമാങ്ങക്ക് നല്ല പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ തൊലി അടക്കം തിന്നാലാണ് ഈ മാങ്ങിൻ്റെ ടേസ്റ്റ്. ഇതിങ്ങനെ പാകത്തെ പഴുപ്പിൽ മുറിച്ചിട്ട് ഉപ്പിരിമ്പി തിന്നുമ്പോണ്ടല്ലോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കോമാങ്ങേൻ്റെ ചമ്മന്തി അരച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.